കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരം നോർത്ത് CPM ലോക്കൽ കമ്മിറ്റി സമ്മേളനം അലങ്കോലമായി. ലോക്കൽ കമ്മിറ്റിയിലേക്ക് മത്സരമുണ്ടായതോടെ ഒരു വിഭാഗം പ്രതിഷേധിച്ചു. യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് നേരെയും പ്രതിഷേധമുണ്ടായി. കണ്ണൻ നായർ നൽകും വിവരങ്ങൾ. കണ്ണൻ, പ്രവർത്തകർക്കിടയിലെ വിഭാഗീയതയാണോ ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ കലാശിച്ചത്? ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ സംഘർഷാവസ്ഥയില്ല. സംഘർഷാവസ്ഥ അവസാനിച്ചു. പോലീസ് അടക്കമുള്ളവർ എത്തിയിരുന്നു. അതിനെ തുടർന്ന് സംഘർഷാവസ്ഥ അവസാനിച്ചു. ഇത് നേതാക്കൾക്കിടയിലുള്ള ഒരു വിഭാഗീയതയാണ്. ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും ഒരു ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിലുള്ള വിഭാഗീയതയാണ് കരുനാഗപ്പള്ളി ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം. കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനമാണ് നടന്നത്. നേരത്തെ ആ സമ്മേളനം നടത്തിയ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നിർത്തിവെച്ചു. പിന്നീട് ഇന്ന് ലോക്കൽ സെക്രട്ടറിയും കമ്മിറ്റിയും തിരഞ്ഞെടുക്കാൻ വേണ്ടി യോഗം ചേർന്നു. ഈ യോഗത്തിൽ മുൻ MP K സോമപ്രസാദ്, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം രാജഗോപാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാധാമണി, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തൻ അടക്കമുള്ള ആൾക്കാർ പങ്കെടുത്തിരുന്നു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് 87 സമ്മേളന പ്രതിനിധികളിൽ 22 പേർ മാത്രമാണ് ഔദ്യോഗിക പക്ഷത്തെ അനുകൂലിച്ചതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി. പ്രതിഷേധത്തിനിടെയാണ് 15 കമ്മിറ്റിയും സെക്രട്ടറിയും തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ആ സമ്മേളനത്തിലുണ്ടായത്. ഇതിനെ തുടർന്നാണ് നേതാക്കൾ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഈ സമ്മേളന വേദിക്ക് പുറത്തും ഒട്ടേറെ ആൾക്കാർ തമ്പടിച്ചിരുന്നു. അവരൊക്കെ തന്നെ മുദ്രാവാക്യം വിളിച്ച് നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനമാണ് നടപ്പാക്കുന്നതെന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. വരുന്ന 2-ാം തീയതിയാണ് കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ചേരാൻ പോകുന്നത്. കൊല്ലം ജില്ലയിൽ ആണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പാർട്ടിക്ക് വലിയ വളക്കൂറുള്ള ഒരു മണ്ണുകൂടിയാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പാർട്ടിക്ക് തലവേദനയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള പ്രതിനിധികളടക്കം ശരി കണ്ണൻ, പ്രവർത്തകർ തമ്മിലുള്ള വിഭാഗീയതയാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്കൊക്കെ പോയ ഒരു സാഹചര്യം ഉണ്ടായത്.